ഈ ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാൾ. കാരണം ഇന്ത്യയിൽ നിന്ന് അപ്ലിങ്കിന് പെർമിഷനില്ല. ഈ മാധവറാവ് സിന്ധ്യ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് TWI എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഹോങ്കോങ് ബേസ്ഡ് പ്രൊഡക്ഷൻ കമ്പനി, ബ്രിട്ടീഷ് ഓൺഡ് കമ്പനി, ദൂരദർശന് റൈറ്റ്സ് തരില്ല ക്രിക്കറ്റിൻ്റെ. അത് അവിടുന്ന് അപ്ലിങ്ക് ചെയ്യാനും പറ്റില്ല. മാധവറാവ് സിന്ധ്യ ആയിരുന്നു സ്പോർട്സ് മിനിസ്റ്റർ. അദ്ദേഹം ക്രിക്കറ്റ് വളരെ വലിയ ബംഗാളി നല്ല ജഗ്മോഹൻ ദാൽമി ആയിരുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ്. ഈ BCCIയിലും ഹി വാസ് ഓൾസോ പ്രസിഡന്റ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസ് ആയിരുന്നു, വേറെ ഏതോ ഇന്ത്യ ഓസ്ട്രേലിയ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞ് പൈസ കൊടുക്കണം. ഇതേവരെ ആ കാലം വരെ ജഗ്മോഹൻ ദാൽമി അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഓരോരുത്തരുടെ മുറിയിൽ വന്ന് ഇത് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ പെട്ടെന്ന് ക്രിക്കറ്റിന് വാല്യൂ, കാരണം പുറത്തൊക്കെ ഇത് ചെയ്യും. അപ്പോൾ ഇവിടെയും അത് വന്നു. ക്രിക്കറ്റ് അസോസിയേഷനും ഒരു 5 നേഷൻ ടൂർണമെൻറ്റ് കൽക്കത്തയിൽ നടത്തിയപ്പോൾ അപ്ലിങ്ക് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് നിലപാടെടുത്തു. കൽക്കത്ത ഹൈക്കോടതിയിലൊരു 2 ആഴ്ച തുടർച്ചയായിട്ട് അതിൻ്റെ വാദമുണ്ട്. ഞാൻ ദൂരദർശൻ്റെ സ്പോർട്സിൻ്റെ ചുമതലകളാണ്. ഞാൻ ഓരോ ദിവസം കൽക്കത്ത കോടതിയിൽ പോവും. പിന്നെ ജ്യോതി വാസു വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ആ കാലം. അപ്പോൾ അദ്ദേഹത്തേക്ക് പോയി കണ്ടിരുന്നു ഗവൺമെൻറ്റിനത് പെർമിഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് നിങ്ങൾ പണം കൊടുക്കണം, പക്ഷേ ക്രിക്കറ്റ് കാണിക്കണം, ഗവൺമെൻറ്റിനെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും, ക്രിക്കറ്റ് കാണിക്കണം. അത് കഴിഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് ഹൈക്കോർട്ടിൻ്റെ ഡിസിഷൻ വന്നു, ദൂരദർശൻ കാണിക്കും. അതിനു മുമ്പ് ഒരു TWയുടെ ഒരു മാച്ച് മാധവറാവ് സിന്ധ്യയുടെ കോമ്പൗണ്ടിൽ ഒരു അപ്ലിങ്ക് സ്ഥാപിച്ചിട്ട് പുറത്തേക്ക് കാണിച്ചിരുന്നു. ഗവൺമെൻറ്റിലൊരു മന്ത്രി അത് ചെയ്യുമ്പോഴെന്ത് പറയാൻ, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രസിഡൻ്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് ക്രിക്കറ്റിൻ്റെ റവന്യൂ, കൽക്കട്ട ഹൈക്കോർട്ടിൻ്റെ ഓർഡർ, റവന്യൂസ് 50-50 ഷെയർ ചെയ്യണം. അത് കഴിഞ്ഞ് കൽക്കട്ട ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു ദൂരദർശനെതിരായിട്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നു, സ്കൈസ് ആർ ഫ്രീ, അത് ആരുടെയും ഗവൺമെൻറ്റിൻ്റെ ഇത് മൊണോപ്പൊളിയാണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി റെഗുലേറ്റഡ് ബൈ പ്രോപ്പർ ലോ. അങ്ങനെ അതും ഈ സ്കൈസ് ഓപ്പൺ ആയതോട് കൂടിയിട്ട് പിന്നെ ഈ ഇന്ത്യയിൽ നിന്ന് അപ്ലിങ്ക് ചെയ്യുന്ന ഇതിൽ പ്രയാസം ഉണ്ടാവാൻ പാടില്ല, നിയമപരമായിട്ടുള്ള ഒരു തടസ്സം നീങ്ങിക്കിട്ടി. ആ തടസ്സം നീങ്ങിക്കിട്ടതോടുകൂടി ഒരുപാട് ചാനലുകൾ, പ്രൈവറ്റ് ചാനലുകൾ, എന്താ പറയുക, ഇന്നലത്തെ മഴക്ക് കൊട്ടി മുളക്കുന്ന കുമിളുകൾ പോലെ പൊങ്ങി വന്നു. പിന്നെ ഇവർക്ക് ഒരു ചാനലിനും ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റ്, പൊതുജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മാൻഡേറ്റ് ഒരിക്കലുണ്ടായി. ക്രാസ് കമേഴ്ഷ്യൽ ആയിരുന്നു. ഈവൻ ന്യൂസ്, ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു വലിയ മഹാ അപരാധമായിരിക്കും. ന്യൂസ് പ്രോഗ്രാംസ് പോലും there is no element of public service broadcasting. പിന്നെ ഈ ക്രാസ് കമേഴ്ഷ്യലിസം വന്നതോടുകൂടി ഒരുപാട് വെസ്റ്റേൺ ഇമിറ്റേഷൻസ് ഉണ്ടായി. എങ്കിൽ പോലും ദൂരദർശൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഇൻ കണ്ടൻറ് ഇപ്പോഴും ഓൾമോസ്റ്റ് ഓൾ ചാനൽസ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം വെസ്റ്റേൺ മീഡിയയിൽ വരുന്ന ഒന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ഒരു സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. പിന്നെ ഈ പ്രൈവറ്റ് ചാനലുകളൊക്കെ തുടങ്ങുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥന്മാരുടെ ആവശ്യം, 1 പണം ഉണ്ടാക്കുക, 2 സമുദായത്തിനോ ഗവൺമെൻറ്റിനോ ഒരു അജണ്ട സെറ്റ്, ഗവൺമെൻറ്റിൻ്റെ അജണ്ട സെറ്റ്, 3 സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ്. ഇതിനപ്പുറം ലോകം നന്നാവണമെന്നോ ഇന്ത്യക്കാർക്ക് വികസനം വേണമെന്നോ ഒരു ചാനലിനും താല്പര്യമില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ മാത്രമല്ല,
ഈ ചാനലുകളിലൊക്കെ വരുന്ന മിക്ക ആളുകൾക്കും ബേസിക് ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസ് ഇപ്പോഴും അറിയില്ല. ഞാൻ വളരെ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഒരു ബേസിക് ബ്രോഡ്കാസ്റ്റ് കോഡുണ്ട്, വളരെ സിമ്പിൾ, എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ ഒരു കോഡുണ്ട്. ഈ കോഡും അതുമാതിരി അഡ്വർടൈസിങ്ങിനും ഒരു കോഡുണ്ട്. ഈ രണ്ട് കോഡും വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന, എഴുതി ഒപ്പിട്ട് കൊടുത്ത അതേ ആളുകളാണ് ഒന്ന് വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കാൻ പാടില്ല. അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കൂടി ഭാഗം അവതരിപ്പിക്കണം. പിന്നെ നീതിന്യായ വ്യവസ്ഥയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. വിദേശ രാജ്യങ്ങളെ, ഫ്രണ്ട്ലി ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാം. ഇപ്പോഴതിനും വലിയ പ്രസക്തിയില്ല ഇപ്പോൾ, കാരണം അന്ന് ഫ്രണ്ട്ലി അല്ലാതിരുന്ന ഒരു രാജ്യം ഇസ്രയേലായിരുന്നു. ഇപ്പോൾ അതിന് പ്രസക്തിയില്ല. അങ്ങനെ പ്രസിഡൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, ജുഡീഷ്യറിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, ആളുകളെ ഇൻഡിവിജ്വലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും ഞാൻ കേൾക്കാറ്, ഈ സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികൾ പേരെടുത്ത് പറഞ്ഞിട്ട്, ഈയിടെ ഞാനൊന്ന് ഒരു 2 മലയാളം ചാനലിൽ കേട്ട ഒരു വാക്കായിരുന്നു, പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരാളെപ്പറ്റി അധമൻ, ഒരു ആങ്കർ പറയുമായിരുന്നു, ഈ അധമ വ്യക്തി ഇല്ലാതായി പോയാലേ ഇത് വരുള്ളൂ. ഈ മാതിരിയുള്ള പ്രയോഗങ്ങളൊന്നും ഒരു കാലത്തും പാടില്ലാത്തതാണ്. പക്ഷേ എന്തും ആവാം, കാരണം ഏതെങ്കിലും ഒരു ചാനലിന് എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിയമപരമായിട്ട് നടപടി എടുക്കാൻ പറ്റും. പക്ഷെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉടനെ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാണെന്ന് പറഞ്ഞ് എല്ലാവരും മറുപടി കൊടുക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടെലിവിഷൻ്റെ അവസ്ഥ. സോഷ്യൽ മീഡിയയുടെയും ബേസിക് ടെക്നോളജി ടെലിവിഷൻ്റെയാണ്. ഇപ്പോൾ വാട്സാപ്പിലോ ഇത് വരുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ അതേ ടെക്നോളജിയാണ്. കണ്ടൻറ്റ് വൈസ് ഒരുപാട് വന്നിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഹാസ് ഗോൺ ബിയോണ്ട് പെർമിസിബിൾ ലിമിറ്റ്സ്. കാരണം ഒരു 2-3 കൊല്ലം മുമ്പേ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അതിലാകപ്പാടെ 15 പേരോ മറ്റോ ഉണ്ടായിരുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരാൾ റിസർച്ച് ചെയ്തത് മുഴുവൻ വായി, 15-20 മാക്സിമം. ആ ഗ്രൂപ്പ് കേരളത്തിലൊരു ഹർത്താൽ സംഘടിപ്പിച്ചു, ഓൾ ത്രൂ വാട്സപ്പ് മെസ്സേജസ്. അല്ലെങ്കിൽ കേരളത്തിൽ എപ്പോഴും ഹർത്താലിന് യാതൊരു ക്ഷാമവുമില്ല, ഒരു കാരണവുമില്ലാതെ ഒരു ഹർത്താൽ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയക്ക് ടെലിവിഷനേക്കാളും കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ഇതുണ്ട്. നമ്മളൊരു 3 മണിക്കൂറാണ് ആവറേജ് സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നത്. ടെലിവിഷനിൽ ചിലവഴിക്കുന്നത് അത്രയും ഇല്ല, കുറഞ്ഞു വരുവാണ് ഇപ്പോൾ. മാത്രമല്ല, ഇപ്പോൾ ടെലിവിഷൻ ചാനലിനോട് ആളുകൾക്ക് വലിയ ഇതൊന്നുമില്ല. ടെലിവിഷൻ കാണുന്ന കാഴ്ചയുടെ സമയം ദൈർഘ്യം കുറഞ്ഞു. അതിനനുസരിച്ച് അതേമാതിരി പരസ്യങ്ങൾ ടെലിവിഷനിൽ കുറഞ്ഞു. കോവിഡ് വന്നതോടുകൂടി ടെലിവിഷൻ വലിയ ക്രൈസിസിലായിരുന്നു. ആ സമയത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ മുമ്പോട്ട് വന്നു. അത് ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും വേണം. ആദ്യം റേഡിയോ വന്നപ്പോൾ, ടെലിവിഷൻ വരുമ്പോൾ റേഡിയോ പോവും, പത്രങ്ങൾ പോവും എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ടെലിവിഷന് അനുസൃതമായിട്ട് പത്രങ്ങളിലും മാറ്റം വന്നു. പത്രങ്ങളിൽ ഇപ്പോൾ വാർത്തകളേക്കാൾ കൂടുതൽ അനാലിസിസാണ് വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ടെലിവിഷൻ്റെ കണ്ടൻറ്റ് ഇപ്പോഴും അതിൻ്റെ ആ ദൃശ്യ ഭംഗി ആളുകൾക്ക് താല്പര്യമുള്ളതാണ്. പക്ഷേ ഈ ചെറിയ സ്ക്രീനിൽ അല്ലെങ്കിൽ പിന്നെ ലാപ്ടോപ്പിലോ ഐപാഡിലോ അതിലൊക്കെയും ഇപ്പം ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നതോടുകൂടി ടെലിവിഷൻ്റെ പ്രസക്തി കുറഞ്ഞു എന്ന് പറയാം. പക്ഷേ ടെലിവിഷൻ ഒരിക്കലും അതിൻ്റെ പ്രസക്തി കുറയില്ല. റേഡിയോനെ പോലെ തന്നെ ടെലിവിഷനും പ്രസക്തിയുള്ളതാണ്.